ഒന്നാം മഗ്‌രിബിന് ശേഷമുള്ള ദറസിൽ ചർച്ച ചെയ്തത് ഒന്നാമത്തെ സംഗതി അഷേഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി. അദ്ദേഹം ഇന്നത്തെ ഇറാനിലെ ജീലാൻ എന്ന പ്രദേശത്താണ് ജനിച്ചത്. ഹിജ്റ 470 ഏകദേശം 1970 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച മഹാനവറുകളാണ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി. അദ്ദേഹത്തിൻ്റെ ദറസും മറ്റും നടന്നിരുന്നത് ഇന്നത്തെ ഇറാഖിലെ ബഗ്ദാദ് എന്ന പ്രദേശത്താണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാരുടെ ശൈഖും ഇമാമുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ആളായിരുന്നു മുവഫഖുദ്ദീൻ ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹു തആല, സാഹിബുൽ മുഗ്നി. അൽ മുഗ്നി എന്ന വിശാലമായ ബൃഹത്തായ ഫിഖ്ഹി ഗ്രന്ഥത്തിൻ്റെ കർത്താവായ മുവഫഖുദ്ദീൻ ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാഹു തആല അൽ ഹംബലി റഹിമഹുല്ലാഹു തആല അഷ്ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹു തആലയുടെ ശിഷ്യരായിരുന്നു. അഷ്ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹു തആല വഫാത്താവുന്നത് ഹിജ്റ 561 ഏകദേശം 91 വർഷം അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു റഹിമഹുല്ലാഹ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ കിതാബുദ് ദൈൽ അലാ തബഖാത്തിൽ ഹനാബില എന്ന ഗ്രന്ഥത്തിൽ അഷ്ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹു തആലയുടേതായി പരിചയപ്പെടുത്തുന്നത് 3 ഗ്രന്ഥങ്ങളാണ്. ഒന്ന് അൽ ഖുനിയ ലി ത്വാലിബി ത്വരീഖിൽ ഹഖ്, 2 ഫുതൂഹുൽ ഗൈബ്. മൂന്നാമത്തെ ഗ്രന്ഥം അതിന്റെ പേര് അദ്ദേഹം സൂചിപ്പിക്കുന്ന കിതാബിൽ, മറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ വഅദുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ കിതാബാണ് അൽ ഫത്ഹുർ റബ്ബാനി. ഈ 3 ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ലോക സലഫികളും ലോകത്തുള്ള സൂഫി ആശയക്കാരും ഒരുപോലെ അംഗീകരിക്കുന്നു. എന്നാൽ ഈ 3 ഗ്രന്ഥങ്ങളും അതിൻ്റെ ആശയങ്ങളും കേരളത്തിൻ്റെ സ്റ്റേജുകളിൽ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹു തആലയുടെ പോരിശ പറയുമ്പോൾ കേരള സൂഫികൾ ഉപയോഗിക്കാറില്ല. എന്നാൽ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹു തആല തങ്ങൾ തന്നെ അബുൽ ഹസൻ അശ്ശഖറൂഫി അൽ മിസ്രി എന്നൊരു വ്യക്തി ക്രോഡീകരിച്ച അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹു തആലയുടെ പോരിശ ക്രോഡീകരിച്ച ഒരു കിതാബിനെ വിമർശിച്ച് പറയുന്നുണ്ട്. ആ കിതാബാണ് സ്റ്റേജുകളിൽ നമ്മുടെ നാട്ടിലുള്ള സമസ്തയിലെ ഉസ്താദന്മാർ ഉപയോഗിക്കാറ്. അതിൽ ഫീഹി മിനൽ കലാമിൽ ബാത്തിലി മാ ലാ യുഹ്സാ. എന്താ ഇബ്നു റജബ് അൽ ഹംബലി പറഞ്ഞത്? ഫീഹി മിനൽ കലാമിൽ ബാത്തിലി മാ ലാ യുഹ്സാ, എണ്ണിയാൽ ഒടുങ്ങാത്ത ബാത്തിലായ വർത്തമാനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട കിതാബാണ് എന്ന് പറഞ്ഞ ആ കിതാബ് ഞാൻ സദസ്യരോടും ഈ നാട്ടുകാരോടും സമസ്തയിലെ മുസ്ലിയാക്കന്മാരുണ്ടെങ്കിൽ അവരോടും ചോദിക്കുന്നത്, എന്തുകൊണ്ട് അൽ ഖുനിയയിലെ അഖീദ നിങ്ങൾ പഠിപ്പിക്കുന്നില്ല? അൽ ഖുനിയ ലി ത്വാലിബി ത്വരീഖിൽ ഹഖ് എന്ന ഗ്രന്ഥം അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങൾ സ്വന്തം കൈപ്പടയിൽ രചിച്ചതാണല്ലോ. അതിൽ തങ്ങളുടെ അഖീദ വിശ്വാസം വിശദീകരിച്ചുകൊണ്ട് മഅരിഫത്തു ബാബുൻ മഅരിഫത്തു സ്വാനിഇ അസ്സ വജല്ല എന്നൊരു ബാബ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾ അതിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിശ്വാസം എന്തുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്നാ ചോദിച്ചത്. ആ കിതാബ് നിങ്ങൾ എന്തുകൊണ്ട് സ്റ്റേജുകളിൽ അദ്ദേഹത്തിന്റെ പോരിശകൾ പറയുമ്പോൾ ഉപയോഗിക്കുന്നില്ല?
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മഗ്‌രിബിന് ശേഷമുള്ള സദസ്സിൽ ചർച്ച ചെയ്തത്. സഹോദരങ്ങളെ, നാട്ടുകാരെ, എന്റെ കയ്യിലിരിക്കുന്ന ഈ കിതാബ് ഷറഹുൽ അഖായിദ് അൻ-നസഫിയ്യ എന്ന ഗ്രന്ഥമാണ്. ഷറഹുൽ അഖായിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹുൽ അഖായിദ് അൻ-നസഫിയ്യ. ഉമർ അൻ-നസഫി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, മാതുരീദി പണ്ഡിതൻ, ആ പണ്ഡിതർ രചിച്ച അദ്ദേഹത്തിന്റെ അഖീദയ്ക്ക് സഅദുദ്ദീൻ അത്ത്-തഫ്താസാനി എഴുതിയ വിശദീകരണം, അതാണ് ഈ ഗ്രന്ഥം ഷർഹുൽ അഖായിദ്. ഈ ഗ്രന്ഥമാണ് പള്ളി ദറസുകളിൽ വിശ്വാസ പഠനത്തിനായി ആധാരമാക്കുന്നു. പള്ളി ദറസുകളിൽ പോകുന്ന മുസ്ലിയാക്കന്മാർ, സമസ്ത AP വിഭാഗമാകട്ടെ EK വിഭാഗമാകട്ടെ, തങ്ങളുടെ വിശ്വാസം പഠിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രന്ഥമാണ് ഷറഹുൽ അഖായിദ്. ഷറഹുൽ അഖായിദിന്റെ ദറസുകൾ സർവ്വ പള്ളികളിലും മുസ്ലിയാക്കന്മാർ പഠിക്കാറുണ്ട്. ആ ഗ്രന്ഥമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ സമസ്തായിസത്തിന്റെ നേതാക്കന്മാരുടെ വിശ്വാസമാണ് ഈ കിതാബ്. അത് അവർ അംഗീകരിക്കുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന രണ്ടാമത്തെ കിതാബ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അൽ ഗുനിയയാണ്. അൽ ഗുനിയ ലി താലിബി ത്വരീഖിൽ ഹഖ് എന്ന അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആലയുടെ കിതാബ്. നാം ഈ കിതാബുകൾ തമ്മിൽ ഇവിടെ വെച്ച് ചർച്ച നടത്തുകയാണ്. ശരിക്കും അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല ഇന്നത്തെ സമസ്തക്കാരെ അംഗീകരിച്ചിരുന്നു. അവരുടെ വിശ്വാസത്തിനെ കുറിച്ച് ഇന്ന് സമസ്തക്കാർ പേറുന്ന വിശ്വാസം അശ്അരികളായ സമസ്തക്കാർ പേറുന്ന ഈ വിശ്വാസത്തെ കുറിച്ച് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആലയുടെ നിലപാടെന്തായിരുന്നു? അതാണ് നാം ഇൻഷാ അല്ലാഹു തആല തുടക്കത്തിൽ പരിശോധിക്കുന്നത്. ഈ ഷറഹുൽ അഖായിദ് എന്ന ഈ ഗ്രന്ഥത്തിന്റെ 50-ാമത്തെ പേജ്, അതിൽ അവർ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുകയാണ്, വലാ യതമക്കനു ഫീ മക്കാനി വലാ യതമക്കനു ഫീ മക്കാനിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്തും സ്ഥാനം പിടിച്ചവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്തും സ്ഥാനം പിടിച്ചവനല്ല. ഇതിന്റെ ഷറഹിൽ പറയുകയാണ്, ഇതിന്റെ താഴോട്ട്, ആല വഇദാ ലം യകുൻ ഫീ മക്കാനിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്തുമില്ലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്തുമില്ല എങ്കിൽ, മക്കാനിലില്ലെങ്കിൽ, ലം യകുൻ ഫീ ജിഹത്തിൻ, അല്ലാഹു ഒരു ദിശയിലുമില്ല, അല്ലാഹു ഒരു ദിശയിലുമില്ല, ലാ ഉൽവിൻ, അല്ലാഹു മുകളിലില്ല, വലാ സുഫ്ലിൻ, അല്ലാഹു താഴെയുമില്ല, വലാ ഗൈരിഹിമാ, മുകളിലും താഴെയുമല്ലാത്ത മറ്റു വല്ല ദിശയിലുമുണ്ടോ? അവിടെയും അല്ലാഹ് ഇല്ല. ഇതാണ് ഇവർ അഖീദയായിട്ട് പഠിക്കുന്നത്. അല്ലാഹ് മുകളിലുമില്ല, താഴെയില്ല, ഒരിടത്തുമില്ല. ഇത് അവരുടെ അഖീദയായിക്കൊണ്ട് അവർ പഠിക്കുന്നതാണ്. എന്നാൽ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല, സഹോദരങ്ങൾ, ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമസ്തയിലെ ഉസ്താദന്മാർ അല്പമെങ്കിലും ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിക്കും യോജിച്ചതാണോ അല്ലയോ, ശരിയോട് യോജിച്ചതാണോ അല്ലയോ എന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല ഖുത്ബുൽ അല്ലെങ്കിൽ ഗൗസുൽ അഅ്ലം ആണ് എന്നാണ് പരിചയപ്പെടുന്നത്. അൽ ഗൗസുൽ അഅ്ലം, CM മടവൂരിനേക്കാൾ എത്രയോ പടിപടിയായി ഉയർന്ന ദർജയിലുള്ള ഔലിയാക്കളുടെ ഏറ്റവും ഉയർന്ന ദർജയിലുള്ള ആളാണ് അൽ ഗൗസുൽ അഅ്ലമായ അബ്ദുൽ ഖാദിർ അൽ ജീലാനി. അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആലയെ കുറിച്ചാണ് ഇവർ പാടിയത്. അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല ഇങ്ങനെ പാടി പോലും, വഅഅലമു നബാതൽ അർളി കം ഹുവ നാബിതുൻ വഅഅലമു റംലൽ അർളി കം ഹുവ റംലതുൻ വഅഅലമു ഇൽമല്ലാഹി യുഹ്സി ഹുറൂഫഹു വഅഅലമു മൗജൽ ബഹരി കം ഹുവ മൗജതുൻ. ഞാൻ
ഈ ഭൂമിയിലെ ഓരോ ചെടികളുടെയും എണ്ണം എനിക്കറിയാം. ഈ ഭൂമിയിലെ ഓരോ മണൽത്തരികളും ഞാൻ എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കുന്നു. എന്തിനേറെ അള്ളാഹുവിന്റെ വിജ്ഞാനത്തിന്റെ ഓരോ ഹർഫുകളും എനിക്കറിയാം. ഈ കടലുകളിൽ അടിച്ചു വീശുന്ന ഓരോ തിരമാലകളും, ആ തിരമാലകളുടെ എണ്ണവും എനിക്കറിയാം എന്നാര് പാടി? അബ്ദുൽ ഖാദർ അൽ ജീലാനി പാടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ രണ്ട് കാര്യങ്ങൾ വെക്കുകയാണ്. ഒന്നുകിൽ അബ്ദുൽ ഖാദർ അൽ ജീലാനി അവർ പറഞ്ഞതുപോലെയാണ്, അള്ളാഹുവിന്റെ ഇൽമുണ്ട്. അള്ളാഹുവിന്റെ ഇൽമുണ്ടെങ്കിൽ അബ്ദുൽ ഖാദർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല ഈ കിതാബിൽ പറഞ്ഞത് പഴിച്ചിട്ടില്ല. കാരണം അള്ളാഹിന്റെ ഇൽമോടുകൂടി ഒരാൾ പറയുന്നത് പഴിക്കൂല. അങ്ങനെയാണെങ്കിൽ ഈ കിതാബിൽ അബ്ദുൽ ഖാദർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല അതായത് എന്റെ വലത് കയ്യിലിരിക്കുന്ന കിതാബ് നമ്മുടെ നാട്ടിലെ സമസ്തായിസത്തിന്റെ വിശ്വാസം, ഇടത് കയ്യിലിരിക്കുന്നത് അബ്ദുൽ ഖാദർ അൽ ജീലാനിയുടെ വിശ്വാസം. നിങ്ങൾ പറയുന്നത് അബ്ദുൽ ഖാദർ അൽ ജീലാനിക്ക് അള്ളാന്റെ ഇൽമുള്ളതാണ്. നമുക്ക് ആ വാദമില്ല. അള്ളാഹുവിന്റെ ഇൽം എണ്ണിത്തിരപ്പെടുത്തിയ മഹാനവറുകൾ, അങ്ങനെ ആരെങ്കിലും പറയുന്നത് അത് കുഫറാണ്, അത് കുഫറും ബിൽ ഇത്തിഫാഖാണ്. ഇമാം സിജിസി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നുണ്ട്. അത് ഇവിടെ വായിക്കാം. ഈ കിതാബിൽ പറയുന്നുള്ള കാര്യങ്ങൾ ഹക്കാണെങ്കിൽ നിങ്ങൾ അപ്പാടെ കാഫിരീങ്ങളായി. കാരണം ഈ സമസ്തായത്തിന്റെ വിശ്വാസം പേറുന്ന കിതാബിൽ പറയുന്ന വിശ്വാസങ്ങൾ കുഫറാണെന്നാണ് അബ്ദുൽ ഖാദർ അൽ ജീലാനി തന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചത്. ഒന്നുകിൽ നിങ്ങൾ സ്വന്തം നഫ്സിന്റെ മേൽ കുഫർ കൊണ്ട് അംഗീകരിക്കുക. കാരണം അബ്ദുൽ ഖാദർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞിട്ടുണ്ട്, ശറഉൽ അഖായിദിൽ പറയുന്ന വിശ്വാസ പ്രമാണങ്ങൾ, ആ ഖായിദകൾ, ഉസൂലുകൾ ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. അവൻ കാഫിറാണെന്ന് ഒരു തവണയല്ല പറഞ്ഞത്, പലതവണ അബ്ദുൽ ഖാദർ അൽ ജീലാനി അൽ കുനിയയിൽ പറഞ്ഞിട്ടുണ്ട്. ശറഹുൽ അഖായിദിൽ പറഞ്ഞിട്ടുള്ള വിശ്വാസം ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. ശറഹുൽ അഖായിദിൽ പറഞ്ഞിട്ടുള്ള വിശ്വാസം ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. ശറഹുൽ അഖായിദിൽ പറഞ്ഞിട്ടുള്ള വിശ്വാസം ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. ആര് പറഞ്ഞതാണ്? അബ്ദുൽ ഖാദർ അൽ ജീലാനി. അപ്പൊ അബ്ദുൽ ഖാദർ അൽ ജീലാനിക്ക് അള്ളാഹുവിന്റെ ഇൽമോട് കൂടിയാണ് അബ്ദുൽ ഖാദർ അൽ ജീലാനി സംസാരിച്ചതെങ്കിൽ നിങ്ങളെല്ലാം കാഫിരീങ്ങളായി. ഈ വിശ്വാസം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ വിശ്വാസങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അബ്ദുൽ ഖാദർ അൽ ജീലാനിയുടെ സർട്ടിഫിക്കറ്റോടുകൂടി കാഫിരീങ്ങളായി. അത് ഞാൻ പറയുന്നതല്ല. അതല്ലെങ്കിൽ നിങ്ങൾ പറയും അബ്ദുൽ ഖാദർ അൽ ജീലാനിക്ക് അള്ളാഹിന്റെ ഇൽമില്ലായിരുന്നു, അബ്ദുൽ ഖാദർ അൽ ജീലാനിക്ക് വിശ്വാസത്തിൽ പിഴച്ചു എന്ന് പറയും. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അബ്ദുൽ ഖാദർ അൽ ജീലാനിക്ക് പിഴച്ചു, നമ്മൾ ഈ കിതാബിൽ പഠിക്കുന്നതാണ് ശരി. അതല്ലെങ്കിൽ നിങ്ങൾ പറയുക അബ്ദുൽ ഖാദർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി പറയാൻ ശരിയാണ്, നമ്മൾ കാഫിരീങ്ങളാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ ആ കാര്യം നിങ്ങൾ മനസ്സിലിരുത്തണം നാട്ടുകാരെ. ഈ നമ്മുടെ സംസാരങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നോക്കൂ, ഇവിടെ ഇവർ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൗലിയുമല്ല, ലാ ഫീ ഉലുവിൻ ലാ ഉലുവിൻ വലാ സുഫ്ലിൻ വലാ ഗൈരി, മുകളിലും താഴെയൊന്നുമല്ല അല്ലാഹു. ഇതാരുടെ അഖീദ? സമസ്തക്കാരുടെ അഖീദ. സമസ്തക്കാരുടെ അഖീദ അല്ലാഹു മുകളിലുമല്ല താഴെയുമല്ല. അവരുടെ കിതാബിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇനി അബ്ദുൽ ഖാദർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ അൽ ഗുനിയ ലി ത്വാലിബി ത്വരീഖിൽ ഹഖ് എന്ന ഈ ഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ ജുസ്ഇന്റെ 54ാമത്തെ പേജിൽ, ഒന്നാമത്തെ ജുസ്ഇന്റെ 54ാമത്തെ പേജിൽ പറയുകയാണ്, വഹുവ ബിജിഹത്തിൽ ഉൽവി, വഹുവ ബിജിഹത്തിൽ ഉൽവി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിയിലാണ്, അല്ലാഹു ഉപരിയിലാണ്, അല്ലാഹു ഉപരിയിലാണ്, അല്ലാഹു ഉപരിയിലാണ്, ഉൽവിലാണ്. അപ്പോൾ അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞതാണോ ശരി? നിങ്ങളുടെ സഅദുദ്ദീൻ അത്തഫ്താസാനി പറഞ്ഞതാണോ ശരി? പറയും. നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും അബ്ദുൽ ഖാദർ ജീലാനിക്ക് പിഴച്ചോ? അല്ലാഹു ഉപരിയിലാണ് എന്ന സലഫികളുടെ വിശ്വാസം, ഈ ഇരിക്കുന്ന ഓരോ സലഫി വിദ്യാർത്ഥികളുടെ വിശ്വാസം, സ്വഹാബാക്കളുടെ വിശ്വാസം, അതിനു മുമ്പ് റസൂലിന്റെ വിശ്വാസം, അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ച വിശ്വാസം, ആ വിശ്വാസം പേറിയ അബ്ദുൽ ഖാദർ അൽ ജീലാനിക്കാണോ പിഴച്ചത്? അതല്ല ശറഹുൽ അഖായിദ് രചിച്ച സഅദുദ്ദീൻ അത്തഫ്താസാനിക്കാണോ പിഴച്ചത്? അശ്അരി അഖീദയ്ക്കാണോ പിഴച്ചത്? നിങ്ങളുടെ കാന്തപുരത്തിനും ജിഫ്രി തങ്ങൾക്കുമാണോ പിഴച്ചത്? പറയും നിങ്ങൾ. ഞാൻ പറഞ്ഞ സത്യമാണോ അല്ലേ? വൈരുദ്ധ്യമല്ലേ? പിഴച്ചില്ലേ? ഒരൊറ്റ സ്ഥലത്ത് പിഴച്ചാ പോരെ? നിങ്ങൾ അബ്ദുൽ ഖാദർ അൽ ജീലാനിയുമായി റഹ്മത്തുള്ളാഹി തആലയുമായി നിങ്ങൾ ഒരൊറ്റ വലിയ പോലും ഉണ്ടാവൂല. അബ്ദുൽ ഖാദർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആലയുടെ തങ്ങളുടെ അഭിപ്രായ പ്രകാരം
ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആലയുടെ വിശ്വാസത്തിൽ നിന്ന് ഒരു വിശ്വാസം ആർക്കെങ്കിലും പിഴച്ചു പോയാൽ ഒരിക്കലും അവൻ അല്ലാഹുവിന്റെ വലിയാവൂല, ഒരിക്കലും അല്ലാഹുവിന്റെ വലിയാവൂല. ഇത് ദൈൽ തബഖാത്തുൻ നേരത്തെ നമ്മൾ വായിച്ച കിതാബ് അദ്ദൈൽ അലാ തബഖാത്തുൽ ഹനാബില എന്ന ഈ ഗ്രന്ഥത്തിന്റെ ആ ഗ്രന്ഥത്തിന്റെ 296 പേജ്. وذكر الشيخ أبو زكريا يحيى بن يوسف الصرصري الشاعر المشهور عن شيخه العارف علي بن إدريس أنه سأل الشيخ عبد القادر علي بن إدريس رحمه الله عبد القادر തങ്ങളോട് ചോദിച്ചു, യാ സയ്യിദി, അല്ലയോ സയ്യിദേ, അല്ലയോ നേതാവേ, ഹൽ കാന ലില്ലാഹി വലിയുൻ അലാ ഗൈരി ഇഅ്തിഖാദി അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ വിശ്വാസ പ്രമാണത്തിലല്ലാത്ത ഒരാൾ അല്ലാഹുവിന്റെ വലിയാകുമോ? ഫഖാല മാ കാന വലാ യകൂൻ, വലിയായിട്ടുമില്ല, ആവുകയില്ല. അപ്പൊ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, ഇമാം അഹ്മദിന്റെ അഖീദയിൽ നിന്ന് പിഴച്ച ഒരുത്തനും, അതായത് ഹംബലി അഖീദയിൽ നിന്ന് പിഴച്ച ഒരുത്തനും അള്ളാഹുവിന്റെ വലിയാവൂല, ആയിട്ടുമില്ല, ഇനി ആവേയില്ല. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്ന ശറഉൽ അഖായിദ് പഠിച്ച CM മടവൂർ എങ്ങനെ അള്ളാഹുവിന്റെ വലിയാവും? കാന്തപുരം എങ്ങനെ അള്ളാഹുവിന്റെ വലിയാവും? ജിബ്രീൽ തങ്ങൾ എങ്ങനെ അള്ളാഹുവിന്റെ വലിയാവും? നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ തങ്ങന്മാർ എങ്ങനെ അള്ളാഹുവിന്റെ വലിയാവും? അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങളുടെ വിശ്വാസം, ഹംബലികളുടെ വിശ്വാസം അള്ളാഹു ഉപരിയിലാണെന്നാണ്, അള്ളാഹു ഉപരിയിലാണെന്നാണ്. നിങ്ങളുടെ വിശ്വാസം അള്ളാഹു ഉപരിയിലുമല്ല, അള്ളാഹു താഴെയുമല്ല, അള്ളാഹു ഒരിടത്തും ഇല്ലെന്നാണ്. നിങ്ങളുടെ കിതാബിൽ എഴുതിയതാ. എങ്ങനെ അള്ളാഹുവിന്റെ വലിയാവും? CM മടവൂർ എങ്ങനെ അള്ളാഹുവിന്റെ വലിയാവും? എങ്ങനെ കാന്തപുരം അള്ളാഹുവിന്റെ വലിയാവും? എങ്ങനെ ജിബ്രീൽ തങ്ങൾ അള്ളാഹുവിന്റെ വലിയാവും? ബാക്കിയുള്ള നിങ്ങളെണ്ണുന്ന അശ്അരികളുടെ നേതാക്കന്മാർ എങ്ങനെ അള്ളാഹുവിന്റെ വലിയാവും? അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങൾ പറഞ്ഞതനുസരിച്ച് തീർന്നിട്ടില്ല. നിങ്ങൾ പറയുന്നത് എന്താണ്? വഹാബികളുടെ അല്ലാഹ് കൈയുള്ള അല്ലയാണ്, വഹാബികളുടെ അല്ലാഹ് ഇറങ്ങുന്ന അല്ലയാണ്, കേറുന്ന അല്ലയാണ്, കാലുള്ള അല്ലയാണ്, വജുഹുള്ള മുഖമുള്ള അല്ലയാണ്. എന്നാൽ ഞങ്ങളുടെ അള്ളാഹ്ക്ക് ഇതൊന്നുമില്ല എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ. നിങ്ങൾക്ക് അല്ലാഹ് തന്നെ ഇല്ല, പിന്നല്ലേ യദും വജുഹും. നിങ്ങൾ പറഞ്ഞത് അല്ലാഹ് മുകളിലുമില്ല താഴെയില്ലെന്നാ. അല്ലാഹ് മുകളിലുമില്ല താഴെയുമില്ല, അല്ലാഹ് ഒരിടത്തുമില്ല എന്നാ പറഞ്ഞത്. അല്ലാഹ് ഒരിടത്തും സ്ഥാനം പിടിച്ചവരെ അല്ലാഹ് മുകളിലുള്ള താഴെയില്ല ഒരിടത്തും ഇല്ലെന്ന് കിതാബിൽ എഴുതി വെച്ചത്. മക്കാനിന്റെ വിശദീകരണമൊക്കെ വേറെ തരീഫാത്തുകളുണ്ട്, അതൊക്കെ നമുക്ക് അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ അല്ലാഹ് മുകളിലില്ലെന്നാ, ഉപരിയിലില്ലെന്നാ. അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല പറയുന്നത് വഹുവ ബിജിഹത്തിൽ ഉൽവിലാണ്, അദ്ദേഹം ഉപരിയിലാണ് എന്നാണ്. പറയൂ. പിന്നെയും അബ്ദുൽ ഖാദിർ അൽ ജീലാനി പേജ് 55 തന്റെ വിശ്വാസം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ലഹു യദാനി, അല്ലാഹുവിന് ഇരു കൈകളുണ്ട്, ലഹു യദാനി വകിൽതാ യദൈഹി യമീൻ. തീർന്നില്ല, അല്ലാഹുവിന്റെ ഇരു കൈകളും വലതാണ്, ഖാല ജല്ല വഅല വസ്സമാവാതു മത്വിയാതും ബിയമീനി, അല്ലാഹുവിന്റെ വലതുകരത്തിൽ ചുരുട്ടപ്പെട്ടതായിരിക്കും ആകാശങ്ങൾ. അബ്ദുൽ ഖാദിർ ജീലാനി പറയുകയാണ്. وروي عن نافع عن ابن عمر رضي الله عنهما أنه قال قرأ رسول الله صلى الله عليه وسلم على المنبر, رسول الله صلى الله عليه وسلم മിമ്പറിന്റെ മുകളിൽ വെച്ച് പാരായണം ചെയ്തു, വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി, അല്ലാഹുവിന്റെ വലതുകരത്തിന്മേൽ ചുരുട്ടപ്പെട്ടവയായിരിക്കും ആകാശങ്ങൾ. വഖാല, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തകൂനു ഫീ യമീനിഹി, ഈ ആകാശങ്ങൾ അല്ലാഹുവിന്റെ വലതുകരത്തിൽ ആയിരിക്കും. എങ്ങനെ? യുർമാ ബിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എറിയും. യർമി ബിഹാ, അല്ലാഹു എറിയും. കമാ യർമിൽ ഗുലാമ ബിൽ ഖുറതി, ഒരു കുട്ടി പന്തെറിയുന്നത് പോലെ അല്ലാഹു തന്റെ വലതുകരത്ത് വെച്ച് ആകാശങ്ങളെ എറിയും എന്ന് റസൂലിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹു തആല ഇവിടെ പറയുകയാണ്. നിങ്ങൾ ശറഹുൽ മഖാസിദിൽ പഠിക്കുന്നുണ്ട്. ശറഹുൽ മഖാസിദിൽ പഠിക്കുന്നത് യദെന്ന് പറഞ്ഞാൽ ഖുദ്റത്താണെന്നാണ്. യദ് അല്ലാഹുവിന്റെ കരം,
എന്ന് എവിടെയൊക്കെ ഖുർആനിലുണ്ടോ അതെല്ലാം ശക്തി, കഴിവ് എന്നാണ് അവിടെയൊക്കെ അർത്ഥം എന്നല്ലേ ശറഹുൽ മഖാസിദിൽ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല ലഹു യദാനി എന്ന് പറഞ്ഞാൽ രണ്ട് ശക്തി ഉണ്ടെന്ന, അള്ളാഹ് രണ്ട് ശക്തി ഉണ്ടെന്ന, വകിൽതാ യദൈഹി യമീൻ, അള്ളാഹുവിന്റെ ഈ രണ്ട് ശക്തികളും വലതാണെന്ന. അപ്പോൾ സഹോദരങ്ങളെ പിഴച്ചു, നാട്ടുകാരെ ഇവർക്ക് പിഴച്ചു. മുസ്ലിയാക്കന്മാരായ അതിൽ പെട്ടുപോയ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തിരിച്ചു വരാൻ സമയമായി. നിങ്ങൾ മുജാഹിദീങ്ങളെ കണ്ട് നിങ്ങൾ സലഫിയത്തിനെ വിലയിരുത്തണ്ട. മുജാഹിദീങ്ങളെ കണ്ട് നിങ്ങൾ സലഫിയത്തിനെ വിലയിരുത്തണ്ട. അതല്ല സലഫിയത്ത് ഇൻഷാ അല്ലാഹ്. അത് നാളെ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട സദസ്സ് ഇവിടെ ഉണ്ടാവും. നാട്ടുകാരത് ശ്രമിച്ചു കേൾക്കണം എന്താ സലഫിയത്ത് എന്ന്. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ മുജാഹിദുകളെ കണ്ട് നിങ്ങൾ പിഴച്ചപ്പുറത്ത് നിന്ന് പിഴച്ചു പോണ്ട. ഇതാ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല പറയുന്നു, ثم يقول എന്നിട്ട് അല്ലാഹ് പറയും അൽ അസീസ്, ഞാനാകുന്നു അൽ അസീസ്. قال فلقد رايت رسول الله صلى الله عليه وسلم يتحرك على المنبر حتى كاد يسقط. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീഴുമാറി മിമ്പറിന്റെ മുകളിൽ നിന്ന് കുലുങ്ങുന്നത് ഞാൻ കണ്ടു, ചലിക്കുന്നത് ഞാൻ കണ്ടു. ഇത് പറയുമ്പോൾ ഇലാ ആഖിരിഹി قال ابن عباس رضي الله عنهما يقبض الارضين, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെ പിടിക്കും, വസ്സമാവാത് അതുപോലെ തന്നെ ഭൂമികളെ പിടിക്കും, ആകാശങ്ങളെയും പിടിക്കും, ജമീഅൻ മുഴുവൻ ആകാശങ്ങളെയും ഭൂമികളെയും പിടിക്കും. ഫലാ യുറാ തുർഫുഹുമാ മിൻ ഖബദതിഹി, അല്ലാഹു ആ ആകാശഭൂമികളെ പിടിച്ചാൽ ഈ ആകാശഭൂമികളുടെ അറ്റം കാണാൻ പറ്റൂല. അങ്ങനെ അല്ലാഹു അതിനെ പിടിക്കുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ഇവിടെ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്. എന്നിട്ട് തീർന്നില്ല, പറയുകയാണ് വഖലഖ ആദമ അലൈഹിസ്സലാം ബിയദിഹി അലാ സൂറത്തിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി വസല്ലമിനെ ആദം നബിയുടെ രൂപത്തിൽ അല്ലാഹു തന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചു. വഗറസ ജന്നത ഉദ്ദിൻ ബിയദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നത്തു ഉദ്ദിൻ അത് തന്റെ കരം കൊണ്ട് നട്ടുപിടിപ്പിച്ചു. വഗറസ ഷജറത തൂബ ബിയദിഹി, തൂബാ മരം അല്ലാഹു തന്റെ കരം കൊണ്ട് നട്ടു. വകതബ തൗറാത ബിയദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് തന്റെ കരം കൊണ്ട് എഴുതി. വനാവലഹ മൂസ മിൻ യദിഹി ഇലാ യദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കൈ കൊണ്ട് മൂസാ നബി അലൈഹി വസല്ലമിന്റെ കൈകളിലേക്ക് തൗറാത്ത് വെച്ചു കൊടുത്തു. ഇലാ ആഖിരിഹി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കരങ്ങളുണ്ട്, ഇരു കരങ്ങളും വലതാണ് എന്ന് ഈ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വീണ്ടും മഹാനവർകൾ പറയുകയാണ്, വലാ യജൂസു വസ്ഫുഹു ബിഅന്നഹു ഫീ കുല്ലി മക്കാൻ, അല്ലാഹു എല്ലായിടത്തുമുണ്ട് എന്ന് പറയാൻ പാടില്ല. കേരളത്തിലെ ചില സൂഫികൾ പറയുന്നത് പോലെ, ത്വരീഖത്തിന്റെ ആളുകൾ പറയുന്നത് പോലെ, ചില തബ്ലീഗിന്റെ ആളുകൾ പറയുന്നത് പോലെ അല്ലാഹ് എവിടെയാണെന്ന് ചോദിച്ചാൽ അല്ലാഹ് എല്ലായിടത്തുമുണ്ട്. ചില സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ അല്ലാഹ് എല്ലായിടത്തുമുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല. വലാ യജൂസു വസ്ഫുഹു ബിഅന്നഹു ഫീ കുല്ലി മക്കാൻ, അല്ലാഹ് എല്ലായിടത്തുമുണ്ട് എന്ന് പറയാൻ പാടില്ല. ബൽ യുഖാൽ, മറിച്ച് പറയണം ഇന്നഹു ഫിസ്സമാ, അല്ലാഹ് എവിടെയാണ്? അല്ലാഹു ആകാശത്താണ്. അല്ലാഹു ഒരിടത്തുമില്ലെന്ന് പറഞ്ഞവരെ, അല്ലാഹു വരിയിലുമില്ല താഴെയുമില്ല എന്ന് പറഞ്ഞവരെ, നിങ്ങളിൽ നിന്ന് എങ്ങനെ ഒരു വലിയുണ്ടാകും? നിങ്ങളിൽ നിന്ന് വലിയുണ്ടാവും. ആരുടെ വലിയാണെന്നറിയാമോ? ശൈത്താന്റെ വലി. അള്ളാന്റെ വലിയുണ്ടാവൂല. അപ്പൊ സാധാരണക്കാര് ചിന്തിക്കും, നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ടല്ലോ. കിണറിലിറങ്ങിയപ്പോൾ വെള്ളം വന്നല്ലോ, പെട്രോൾ ഇല്ലാതെ വണ്ടി ഓട്ടിയല്ലോ. CM മടവൂര് അയാളുടെ ഖബറിൽ പോയപ്പോൾ ഖബറിൽ നിന്ന് സംസാരിച്ചല്ലോ, ശൈത്താനാണ്. അത്ഭുതങ്ങൾ ഒരാളിൽ നിന്ന് സംഭവിച്ചാൽ അത് അയാളിന്റെ കറാമത്താണെന്നെങ്കിൽ, അത് അയാളിന്റെ വിലായത്തിന്റെ അടയാളമാണെങ്കിൽ, അത്ഭുതങ്ങൾ ഒരാളിൽ നിന്ന് സംഭവിച്ചാൽ അത് അയാളിന്റെ അല്ലാഹുവിന്റെ തൃപ്തിയുടെ അടയാളമാണെങ്കിൽ, ഏറ്റവും വലിയ ആരാഗമായിരുന്നു? ദജ്ജാലാകുമായിരുന്നു. ദജ്ജാലിൽ നിന്ന് അത്ഭുതങ്ങൾ സംഭവിക്കില്ലേ? ദജ്ജാൽ അല്ലാഹുവിന്റെ വലിയാണോ? അല്ലല്ല. അപ്പോൾ അല്ലാഹുവിന്റെ വിലായത്തിന്റെ അടയാളം ഒരിക്കലും അത്ഭുതങ്ങൾ സംഭവിക്കുക എന്നുള്ളതല്ല. CM മടവൂരിൽ നിന്ന് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ആ വ്യക്തിയുടെ കറാമത്തിന്റെയും വിലായത്തിന്റെയും അടയാളമല്ല. കാരണം അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആലയുടെ അഭിപ്രായ പ്രകാരം
ഹംബലി മദ്ഹബിന്റെ അഖീദ, ഇമാം അഹമ്മദിന്റെ അഖീദയിൽ നിന്ന് ആരെങ്കിലും പിഴച്ചിട്ടുണ്ടെങ്കിൽ ആ പിഴച്ച വ്യക്തിയിൽ നിന്ന് ഒരിക്കലും വിലായത്തുണ്ടാവൂല, അക്കൂട്ടരിൽ നിന്ന് വലിയുണ്ടാവൂല. അപ്പൊ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല പറയുന്ന അല്ലാഹു ബരീലാണ്, ബൽ യുഖാലു ഇന്നഹു ഫിസ് സമാഇ അലൽ അർശ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്താണ്, അർശിന്റെ മുകളിലാണ്. നിങ്ങളുടെ കിതാബിൽ പറഞ്ഞത് എന്താ? അല്ലാഹ് മുകളിലുമല്ല താഴെയുമല്ല. പിന്നെയോ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, കമാ ഖാല അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലയോ, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മുകളിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു, അർശിന്റെ മുകളിലേക്ക് അവൻ ഉയർന്നിരിക്കുന്നു. അല്ലാഹു അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇല്ലെങ്കിൽ അർശിന്റെ മുകളിൽ അല്ലാഹു ഇസ്തിവാ ചെയ്തു ഏഴ് തവണ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വദിക്റു ഇസ്തിവാഇർ റഹ്മാനി, അല്ലെങ്കിൽ വദിക്റു ഇസ്തിവാഇല്ലാഹി ഫീ കലാമിഹി അലൽ അർശി ഫീ സബ്ഇ മവാദിഅ ഫഅദുദി ഫഫീ സൂറത്തിൽ അഅറാഫി ثمة യൂനുസ് വഫി الرعد മഅ ത്വാഹ ഫലിൽ അദ്ദി അക്ദി വഫീ സൂറത്തിൽ ഫുർഖാനി ثمة സജദതു കദാ ഫിൽ ഹദീദി ഇഫ്ഹമു ഫഹ്മ മുഅയ്യദി. 7 സൂറത്തുകളിൽ, സൂറത്തുൽ അഅറാഫ്, സൂറത്തു യൂനുസ്, സൂറത്തു ത്വാഹ, വഫീ സൂറത്ത്, അതുപോലെ തന്നെ ഫുർഖാൻ, സൂറത്തു സജദ, സൂറത്തുൽ ഹദീദ്, വഫിർ റഅദ്, സൂറത്തുൽ റഅദ്. ഇങ്ങനെ 7 സൂറത്തുകൾ അല്ലാഹു അർശിന്റെ മുകളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മുകളിലാണെന്ന് 7 സൂറത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കവി നാം നേരത്തെ പാടിയതുപോലെ പാടി, وذكر استواء الله في كلامه على العرش في سبع مواضع فعددي ففي سورة الأعراف ثمة يونس وفي الرعد مع طه فللأد أكدي وفي سورة الفرقان ثمة سجدته كذا في الحديد فهما مؤيدي. ഇവിടെ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, ثم استوى على العرش. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മുകളിൽ ഉപവിഷ്ടനായി, ഇല്ലെങ്കിൽ അർശിന്റെ മുകളിലേക്ക് ഉയർന്നു. അവിടെ ജുലൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സലഫുകളുടെ ചർച്ചയുണ്ട്. അപ്പോ അല്ലാഹു അർശിന്റെ മുകളിലേക്ക് ഉയർന്നു. വഖാല തആല ഇലൈഹി യസ്ഉദുൽ കലിമു ത്വയ്യിബു ഇലാ ആഖിരി. എന്നിട്ട് അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു, നോക്കൂ, വയംബഗി അനിവാര്യമാണ് ഇത്ലാഖു സിഫത്തിൽ ഇസ്തിവാഇ മിൻ ഗൈരി തഅവീലിൻ വഅന്നഹു ഇസ്തിവാഉ ദാത്തി അലൽ അർശി. അല്ലാഹു ദാത്തോട് കൂടി ആകാശത്തിന്റെ മുകളിൽ, അർശിന്റെ മുകളിലുണ്ട്. ഇതാര് പറയുന്നതാ? നിങ്ങൾ പറഞ്ഞല്ലോ അല്ലാഹു മുകളിലില്ല താഴെയില്ലെന്ന്. അബ്ദുൽ ഖാദിർ ജീലാനി പറയുകയാണ്, വയംബഗി അനിവാര്യമാണ്, നിർബന്ധമാണ്, ഇത്ലാഖു നമ്മൾ പ്രയോഗിക്കൽ, സിഫത്തുൽ ഇസ്തിവാ, ഇസ്തിവാഇന്റെ വിശേഷണം, അല്ലാഹു ഉയർന്നു എന്ന വിശേഷണം, മിൻ ഗൈരി തഅവീലിൻ, അതിനെ ദുർവ്യാഖ്യാനിക്കാതെ, വഅന്നഹു ഇസ്തിവാഉ ദാത്ത്, അല്ലാഹു ദാത്തോടുകൂടി അല്ലാഹു തന്നെ ഇസ്തിവാഉ ചെയ്തു, അലൽ അർശി, അർശിന്റെ മുകളിൽ, ലാ അലാ മഅനിൽ ഖുഊദി വൽ മുമാസത്തി കമാ ഖാലത്തിൽ മുജസ്സിമത്തു വൽ കറാമിയ. ഇനി നോക്കൂ, വലാ അലാ മഅനൽ ഉലുവി വദ്ദിഫഅതി വലാ അലാ മഅന ഉലുവിൽ മൻസിലത്തി വദ്ദിഫഅതി കമാ ഖാലത്തിൽ അശ്അരിയ. അശ്അരി വിശ്വാസത്തിലുള്ള ആളുകൾ പറഞ്ഞു, അല്ലാഹു അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആകാശങ്ങൾക്ക് മുകളിൽ അർശിന്റെ മുകളിലേക്ക് ഉയർന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഉയർന്നു എന്ന് പറഞ്ഞതിനർത്ഥം അല്ലാഹു സ്ഥാനം കൊണ്ട് ഉയർന്നു എന്നാണ്. അല്ലാഹു തന്നെ ഉയർന്നു എന്നല്ല, അല്ലാഹു തടിയോടുകൂടി ഉയർന്നു എന്നല്ല എന്ന് അശ്അരികൾ വാദിച്ചു. ഏതുപോലെ? നിങ്ങൾ ഈ കിതാബിൽ വാദിച്ചതുപോലെ അല്ലാഹു മുകളിലില്ല താഴെയില്ല എന്ന് വാദിച്ചു. അപ്പോൾ അബ്ദുൽ ഖാദിർ ജീലാനി അശ്അരികളുടെ പേരെടുത്ത് പറയുകയാണ്, അശ്അരികൾ പറഞ്ഞതുപോലെയല്ല. അങ്ങനെയാണെങ്കിൽ അശ്അരികളിൽ നിന്ന് അല്ലാഹുവിന് വലിയുണ്ടാകുമോ? നാട്ടുകാരെ ചിന്തിക്കും. അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞത് അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബിൽ നിന്നല്ലാതെ വിലായത്തുണ്ടാവൂല. എന്നിട്ട് ആ അബ്ദുൽ ഖാദിർ ജീലാനി സ്വന്തം കൈപ്പടയിൽ എഴുതിയാൽ ഗുനിയയിൽ പറയുന്നു, അശ്അരികളുടെ വിശ്വാസം പിഴച്ചതാണ്, അശ്അരികൾ പറഞ്ഞതുപോലെയല്ല യഥാർത്ഥ വിശ്വാസം. ഇനി മുസ്ലിയാക്കന്മാരായ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കൂ, നിങ്ങളുടെ ഉസ്താദ്
മഹാന്മാരെ പറഞ്ഞത് അൽ ഗൗസുൽ ആദമാണെന്നല്ലേ, അള്ളാഹുവിന്റെ ഇൽമുണ്ടെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അശ്അരി വിശ്വാസമായി നിങ്ങൾ പഠിക്കുന്ന ഇസ്ലാമിക വിശ്വാസം അത് പിഴച്ചതാണെന്നല്ലേ അബ്ദുൽ ഖാദർ അൽ ജീലാനി പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഒന്നുകിൽ അബ്ദുൽ ഖാദർ അൽ ജീലാനി അൽ ഗൗസുൽ ആദമാണെന്ന് പറഞ്ഞതിൽ പിഴച്ചു, ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച വിശ്വാസം പിഴച്ചു. ഇതിൽ രണ്ടാലൊന്ന് നിങ്ങൾക്ക് പിഴച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ അശ്അരി വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്തിവാഇന്റെ കാര്യത്തിൽ അല്ലാഹു 7 ആകാശങ്ങളുടെ മുകളിൽ അർശിന്റെ മുകളിൽ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ അശ്അരികൾക്ക് പിഴച്ചു എന്ന് അബ്ദുൽ ഖാദർ അൽ ജീലാനി സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, സ്വന്തം കൈപ്പടയിൽ. പിന്നെയോ വഅന്നഹു തആല ഈ കിതാബിന്റെ 57-ാമത്തെ പേജിൽ മഹാനവറുകൾ പറയുകയാണ്, വഅന്നഹു തആല യൻസിലു ഫീ കുല്ലി ലൈലത്തിൻ ഇലാ സമാഇ ദുനിയ കൈഫ ശാഅ വ കമാ ശാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തിലേക്ക് അവൻ ഇച്ഛിക്കുന്ന രൂപത്തിൽ ഇറങ്ങി വരും. 1-ാം ആകാശത്തിലേക്ക് അള്ളാഹ് ഇറങ്ങി വരും. നിങ്ങളുടെ വിശ്വാസത്തിൽ അങ്ങനെയുണ്ടോ? നാട്ടുകാരായ മനുഷ്യന്മാരെ ചിന്തിക്കുകയും സമസ്തക്കാരുടെ വിശ്വാസം എന്താണ്? അള്ളാഹ് ഇറങ്ങി വരുമെന്ന് വിശ്വാസമുണ്ടോ? വിശ്വാസമില്ല. അങ്ങനെയാണെങ്കിൽ ഈ സമസ്തക്കാരിൽ നിന്ന് എങ്ങനെ വിലായത്തുണ്ടാകും? കാന്തപുരം എങ്ങനെ വലിയുണ്ടാകും? അബ്ദുൽ ഖാദർ അൽ ജീലാനി എഴുതി വെച്ച അഖീദയ്ക്ക് വിരുദ്ധമായി വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും സ്റ്റേജുകളിൽ പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് എങ്ങനെ വിലായത്തുണ്ടാകും? അവരിൽ നിന്ന് എങ്ങനെ വലിയുണ്ടാകും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശൈത്താന്റെ വലിയുണ്ടാകും. സിഎംയുടെ ഒരു ശൈത്താന്റെ വലിയാണ്. എഴുതി വെച്ചോ നാട്ടുകാരെ, ദാ കിതാബ് വെച്ചിട്ടാ സംസാരിക്കുന്നത്. എഴുതി വെച്ചോ, രേഖപ്പെടുത്തിക്കോ, മനസ്സിൽ കുറിച്ചിട്ടോ. നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഹുജ്ജത്താണിത്, ന്യായമാണ്. നാളെ പരലോകത്ത് വന്നിട്ട് അല്ലാഹ് ഞാൻ അറിഞ്ഞില്ല റബ്ബേ എന്ന് പറയാതിരിക്കുവാനുള്ള ന്യായമാണ്. ദാ അബ്ദുൽ ഖാദർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആലയുടെ തന്നെ കിതാബുകൾ. ഖുർആൻ പറഞ്ഞ് ഓതിയാൽ നിങ്ങൾ വിശ്വസിക്കൂല, ഹദീസ് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട, ഹദീസ് പറഞ്ഞാലും വേണ്ട, ഖുർആൻ ഓതിയാലും വേണ്ട. എന്നാൽ അബ്ദുൽ ഖാദർ അൽ ജീലാനി എന്നെ പറഞ്ഞു അശ്അരികളെ പിഴച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് അശ്അരികളെ വിടാൻ തയ്യാറുണ്ടോ? അവരെ പള്ളികളിൽ നിന്ന് അടിച്ചിറക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ പള്ളികളിൽ നിന്ന് അവർക്ക് വെച്ച് വിളമ്പിക്കൊടുക്കുന്ന, അവരെ തീറ്റിക്കുന്ന നാട്ടുകാരെ, സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ നിങ്ങൾ ചിന്തിക്കൂ. അബ്ദുൽ ഖാദർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, അശ്അരികൾ പിഴച്ചതാണ്. ഞാൻ കിതാബുകൾ ഉദ്ധരിക്കും. അശ്അരികളെ തക്ഫീർ ചെയ്ത അശ്അരികൾ കാഫിരീങ്ങളാണെന്ന് പറഞ്ഞ കിതാബ് ഞാൻ ഇവിടെ ഉദ്ധരിക്കും. കിതാബുകൾ ഈ 1000 വർഷം മുമ്പ് എഴുതിയ കിതാബ്, അശ്അരികൾ കാഫിരീങ്ങളാണെന്ന് എഴുതിയ കിതാബ്, ദാ ഇവിടെ ഞാൻ കിതാബ് കൊണ്ടുവന്നിട്ടുണ്ട്. വഹാബികൾ കാഫിറാക്കുന്നു എന്ന് രാവിലെയും രാത്രിയും സ്റ്റേജുകളിൽ കിട്ടി ഉയർത്തി അതിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാരെ, നിങ്ങൾ കാഫിരീങ്ങളാണ്. ദാ ഈ കിതാബിലുണ്ട്. ഈ കിതാബ് ഞാൻ വായിക്കും. അശ്അരികൾ മുസ്ലിമീങ്ങളല്ല എന്ന് എഴുതിയ ഈ കിതാബ്, അതവ അദ്ദേഹത്തിന് പിഴച്ചതാണോ അല്ലേ എന്ന് നിങ്ങൾ തീരുമാനിക്കും. കാരണം നിങ്ങളോട് നമ്മൾ പറയും ഖബർ ആരാധിക്കാൻ പാടില്ല, ഖബറിൽ പോകാൻ പാടില്ല, ഔലിയാക്കളെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും അത് ഇന്റെ ഇമാമിന്റെ കിതാബിലുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇല്ലെങ്കിൽ ഈ ഷെയ്ഖിന്റെ കിതാബിലുണ്ടല്ലോ. ഷെയ്ഖുമാർക്ക്, ഇമാമുമാർക്ക് ശിർക്കിൽ പിഴച്ചോ, കുഫറിൽ പിഴച്ചോ? അങ്ങനെ പിഴക്കൂല എന്നാണല്ലോ നിങ്ങളുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഈ കിതാബ് എഴുതിയ ഇമാമിന് പിഴച്ചോ? അശ്അരികൾ കാഫിരീങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഇമാമിന് പിഴച്ചോ? കുഫറിൽ, ഇസ്ലാമിന്റെ അടിസ്ഥാനമായ തൗഹീദ്, ഈ ഇമാമിന് പിഴച്ചിട്ടാണോ നിങ്ങൾ കാഫിരീങ്ങളാണെന്ന് എഴുതിയത്? നിങ്ങൾ കാഫിരീങ്ങളാണെന്ന് പച്ചക്ക് കിതാബിലുണ്ട്. പച്ചക്ക് ഹിജറ 400 എഴുതിയ കിതാബായിരുന്നു. 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കിതാബാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് അശ്അരികൾ കാഫിരീങ്ങളാണ്, അശ്അരികൾ അർത്ഥം തിന്നാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഫറിൽ ഈ ഇമാമിന് പിഴച്ചോ? നിങ്ങൾ പറയും. നിങ്ങൾ പറഞ്ഞല്ലോ ഇമാമിങ്ങൾക്ക് പിഴയ്ക്കൂല കുഫറിൽ. അങ്ങനെയാണെങ്കിൽ കുഫറിൽ ഇമാമിങ്ങൾക്ക് പിഴയ്ക്കൂലെങ്കിൽ ഈ ഇമാമിന്റെ അഭിപ്രായ പ്രകാരം അശ്അരികളായി നിങ്ങൾ കാഫിരീങ്ങളായി. ഞാൻ ആരെയും കൂടെ തക്ഫീർ ചെയ്യുന്നില്ല. എല്ലാം കിതാബ് ഉദ്ധരിച്ചാ പറയുന്നത്. കിതാബിൽ പറയുന്നത് നമ്മൾ മലയാളത്തിൽ അർത്ഥം വെച്ച് പറഞ്ഞു തരുന്നു. അതിൽ നമുക്ക് അർത്ഥം വെച്ചത് പിഴച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും നമ്മൾ അർത്ഥം വെച്ച് പിഴച്ചു, നിങ്ങൾ അർത്ഥം വെച്ച് പിഴച്ചു എന്ന് ഇവിടെ തന്നെ സ്റ്റേജ് കെട്ടി നിങ്ങൾ പറയും. നമ്മളതിന് മറുപടി പറയാം. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഈ കിതാബ് ഞാൻ അർത്ഥം വെക്കുന്നത് പിഴച്ചു എന്ന് പറയുവാൻ, ഈ കിതാബിൽ അങ്ങനെ ഇല്ല എന്ന് പറയുവാൻ
ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല അശ്അരികൾക്ക് പിഴച്ചു എന്ന് പറഞ്ഞിട്ടില്ല എന്ന് കിതാബ് ഓതി പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, നിങ്ങളുടെ മുട്ട വിറയ്ക്കും. ഇത് മുജാഹിദീങ്ങളല്ല, സൂക്ഷിച്ചോ. ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി തആലയുടെ ശിഷ്യന്മാരാ. ആരാ ഷെയ്ഖ് മുഖ്ബിൽ എന്നറിയോ? ഒരിക്കൽ അദ്ദേഹത്തിന്റെ, നമ്മുടെ ഷെയ്ഖിന്റെ ഷെയ്ഖാണ് ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹു തആല റഹ്മത്തൻ വാസിഅ. അദ്ദേഹത്തിന്റെ മർക്കസിലേക്ക് ഐക്യരാഷ്ട്രസഭയുടെ ഒരു നേതാവായ സ്ത്രീ വന്നു. ഐക്യരാഷ്ട്രസഭയുടെ നേതാവ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പള്ളിയൊന്ന് നമുക്ക് പരിശോധിക്കണം, നിങ്ങളുടെ പള്ളിയൊക്കെ നമുക്കൊന്ന് കാണണം, നിങ്ങളുടെ സംവിധാനങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഷെയ്ഖ് മുഖ്ബിൽ പറഞ്ഞു, അവിടെ മുസല്ല നിസായുണ്ട്, സ്ത്രീകളുടെ പള്ളിയുണ്ട്, അവിടെ കയറി പരിശോധിച്ചിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ ആണുങ്ങളുടെ കയറി, ആ സ്ത്രീയാണ്, ആണുങ്ങളുടെ കയറി വരവാൻ നിങ്ങളെ നമ്മൾ സമ്മതിക്കൂല. ഐക്യരാഷ്ട്രസഭയുടെ നേതാവിനോട് ആദർശം വെട്ടിത്തുറന്ന് പറഞ്ഞ ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി തആല ശിഷ്യന്മാരാ. അള്ളാഹുവിന്റെ തൗഫീഖാണ്, നമ്മുടെ ഫദ്ലല്ല. അള്ളാഹു നമുക്ക് തന്ന, ഈ വിനീതന്മാർക്ക് തന്ന അനുഗ്രഹമാണ് ആ ഷെയ്ഖിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ പഠിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി എന്നുള്ളത്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ അമേരിക്കയിലോട്ട് വാ, നിങ്ങളെ കാണിച്ചു തരാം, നിങ്ങൾ അമേരിക്കയിലോട്ട് വാ, നിങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പോയി എന്നാണ്. ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി തആല അതിനുശേഷം അമേരിക്കയിൽ പോയിട്ടുണ്ട്, ഒന്നും ചെയ്തിട്ടുമില്ല. അള്ളാഹു സംരക്ഷണം ഏറ്റാടുകളെ ആർക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ആദർശം ഐക്യരാഷ്ട്രസഭയുടെ നേതാവിന്റെ മുഖത്ത് പോലും വെട്ടിത്തുറന്ന് പറഞ്ഞ ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി തആലയുടെ ശിഷ്യന്മാരുടെ അടുത്ത് പഠിച്ചവരാണ് ഞങ്ങൾ. ആദർശം എവിടെയും നമ്മൾ തുറന്ന് പറയും, വെട്ടിത്തുറന്ന് തന്നെ പറയും, മുറിച്ച് പറയും. ശത്രുക്കളെ മുറിപ്പെടുത്തണമെന്നാണ്, ശത്രുക്കളെ മുറിപ്പെടുത്തണം. ധൈര്യം, അതിനാണ് നമ്മൾ ചോദിക്കുന്നത്, ധൈര്യമുണ്ടോ? ഞാൻ ഇവിടെ കിതാബ് ഓതി അർത്ഥം വെച്ചതിൽ പിഴച്ചു എന്ന് അശ്അരികളെ കുറിച്ച്, അശ്അരികൾക്ക് പിഴച്ചിട്ടില്ല ഇല്ലെങ്കിൽ എന്ന് ഇല്ലെങ്കിൽ അശ്അരികൾക്ക് പിഴച്ചു എന്ന് ഞാൻ അൽ ഹുനിയ വെച്ച് സ്ഥാപിച്ചത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കൂല. നിങ്ങളിവിടെ പരിപാടി നടത്തൂല, നമുക്കറിയാം. നിങ്ങൾക്ക് മുജാഹിദുകളെ പുറകെ പോകാൻ അറിയാം. ഒരു ഈ കിതാബിന്റെ പുറകെയൊന്നുമല്ലല്ലോ. ഇങ്ങനെ നമ്മളെ കോളേജുകളിൽ ദീൻ പഠിച്ചു ഇറങ്ങി അവർ പറയുന്നതിൽ ഹക്കുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഹക്കാണ്, അതല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അവരോട് മുട്ടും പോലെ ആയിരിക്കൂല, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് മുട്ടി നോക്കി, ഇൻഷാ അല്ലാഹു തആല. പിന്നെ ഇതാ പറയുന്നു, അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ കിതാബിൽ അഖീദയായിക്കൊണ്ട് പറയുകയാണ്, അദ്ദേഹത്തിന്റെ വിശ്വാസമായിക്കൊണ്ട് പിന്നെയും പറയുകയാണ്, യൻസിലു റബ്ബുന വഅന്നഹു തആല യൻസിലു ഫീ കുല്ലി ലൈലത്തിൻ ഇല സമാഇ ദുനിയാഹി. അവിടെ അശ്അരികൾക്ക് പിഴച്ചു എന്ന് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല പേരെടുത്ത് പറയുകയാണ് അശ്അരികളെ. എന്താ പറഞ്ഞത്? ലാ കമാ, എന്താ പറഞ്ഞത്? ഖാല റഹിമഹുല്ലാഹു തആല വലാ അലാ മഅന ഉലൂവിൽ മൻസിലത്തി വദ്ദിഫഅത്തി കമാ ഖാലത്തിൽ അശ്അരിയ്യത്തു ലാ അല്ലാ അലാ മഅന. ആശയമല്ല, ഏത് രൂപത്തിലുള്ള ആശയമല്ല, അല്ലെങ്കിൽ അതിന്റെ അർത്ഥമല്ല. ഉലൂവിൽ മൻസില, സ്ഥാനത്തിലാൽ അള്ളാഹു ഉയർന്നതാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കമാ കാലത്ത് അശ്അരികൾ പറഞ്ഞതുപോലെ അശ്അരികൾ പറഞ്ഞതുപോലെ അല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെയല്ല, അശ്അരികൾ പറഞ്ഞതുപോലെയല്ല. അപ്പൊ വിശ്വാസത്തിൽ നിങ്ങൾക്ക് അബ്ദുൽ ഖാദിർ അൽ ജീലാനിയുമായി കൊണ്ട് വൈരുദ്ധ്യമുണ്ട്. അങ്ങനെ വൈരുദ്ധ്യമുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് വിലായത്തുണ്ടാവൂല എന്ന് അബ്ദുൽ ഖാദിർ അൽ ജീലാനി പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് പേച്ചെങ്കിൽ നിങ്ങൾ പറയും. ഇനി നോക്കൂ, ഈ കിതാബിന്റെ 57-ാമത്തെ 58-ാമത്തെ പേജിൽ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് പിഴച്ചു. രണ്ടാമതിന് ഖുർആനിന്റെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് പിഴച്ചു. ഖുർആൻ, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ, അതിൽ നിങ്ങൾക്ക് പിഴച്ചു. നിങ്ങൾക്ക് പിഴയ്ക്കാത്ത ഭാഗം എവിടെയാണ്? എല്ലായിടത്തും നിങ്ങൾക്ക് പിഴച്ചിരിക്കുകയാണ്. ഖുർആനിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്ക് പിഴച്ചു. അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, വകലാമുല്ലാഹി തആല ഹുവൽ ഖുർആൻ ശരീഫു ഗൈറു മഖ്ലൂഖിൻ. അല്ലാഹുവിന്റെ ഖുർആൻ അത് സൃഷ്ടിയല്ല. കൈഫമാ ഖുരിഅ,
അതെങ്ങനെ പാരായണം ചെയ്യപ്പെട്ടാലും ശരി, വതുലിയ വകുതിബ അതെങ്ങനെ എഴുതപ്പെട്ടാലും ശരി, വകൈഫമാ തഫറഖതു ബിഹി ഖിറാഅതു ഖാരിഇൻ ഒരു പാരായണം ചെയ്യുന്നവൻ അത് എങ്ങനെ പിരിച്ച് പാരായണം ചെയ്താലും ശരി, വലഫ്ദുൽ ഹാഫിളിൻ ഒരു ഉച്ചരിക്കുന്നവൻ അതെങ്ങനെ പിരിച്ച് ഉച്ചരിച്ചാലും ശരി, വഹിഫ്ദു ഹാഫിളിൻ ഒരു മനപ്പാഠമാക്കുന്നവൻ അതെങ്ങനെ പിരിച്ച് ഹിഫ്ളാക്കിയാലും ശരി, അതെല്ലാം അല്ലാഹുവിന്റെ കലാമാണ്. ആ കലാം അത് സൃഷ്ടിയല്ല, അല്ലാഹുവിന്റെ ഖുർആൻ സൃഷ്ടിയല്ല, ഹുവ കലാമുല്ലാഹ് അതെല്ലാം അല്ലാഹുവിന്റെ കലാമാണ്. അപ്പോൾ ഒരാൾ ഖുർആൻ ഓതുമ്പോൾ എങ്ങനെ പിരിച്ചോതിയാലും, ഒരു മനപ്പാഠമാക്കുന്നവൻ എങ്ങനെ പിരിച്ച് മനപ്പാഠമാക്കിയാലും, ഒരു വായിക്കുന്നവൻ എങ്ങനെ പിരിച്ച് വായിച്ചാലും ഒക്കെ അത് അല്ലാഹുവിന്റെ ഖുർആനാണ്. അതെല്ലാം അല്ലാഹുവിന്റെ സിഫത്താണ്. എന്നിട്ട് പറഞ്ഞു അബ്ദുൽ ഖാദിർ അൽ ജീലാനി എൻ്റെ താഴെ പറഞ്ഞു, ഫമൻ സഅമ ശ്രദ്ധിച്ചിരിക്കുക, 3 കാര്യങ്ങൾ അബ്ദുൽ ഖാദിർ അൽ ജീലാനി പറയുകയാണ്. ഫമൻ സഅമ ആരാണോ വാദിക്കുന്നത്, അന്നഹു മഖ്ലൂഖുൻ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് ആരെങ്കിലും വാദിച്ചാൽ, ഔ ഇബാറത്തുഹു അല്ലാഹുവിന്റെ കലാമിന്റെ ഇബാറത്താണെന്ന് ആരെങ്കിലും വാദിച്ചാൽ, അല്ലാഹുവിന്റെ കലാമിന്റെ ആവിഷ്കാരമാണ് എന്ന് ആരെങ്കിലും വാദിച്ചാൽ, ഖുർആന് ഇബാറത്താണെന്ന് ആരെങ്കിലും വാദിച്ചാൽ, ആരെങ്കിലും ഖുർആൻ ഇബാറത്താണെന്ന് വാദിച്ചാൽ, അവിത്തിലാവത്തു ഗൈറുൽ മത്ലൂബി ഔ ഖാല ലഫ്ളി ബിൽ ഖുർആൻ മഖ്ലൂഖ് ഇല്ലെങ്കിൽ പാരായണം ചെയ്യപ്പെടുന്നത് അത്തിലാവത്ത് പാരായണം ചെയ്യപ്പെടുന്നതല്ല എന്ന് ആരെങ്കിലും വാദിച്ചാൽ, ഔ ഖാല ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ് ശ്രദ്ധിച്ചോ, ഖുർആനി കൊണ്ടുള്ള ലഫ്ള് എന്റെ ലഫ്ള് അത് മഖ്ലൂഖാണെന്ന് ആരെങ്കിലും വാദിച്ചാൽ, ഫഹുവ കാഫിർ ഫഹുവ കാഫിർ ഫഹുവ കാഫിർ അവൻ കാഫിറാണ് ഫഹുവ കാഫിറുൻ ബില്ലാഹിൽ അളീം അൽ അളീമായ അല്ലാഹുവിനെ കൊണ്ട് അവൻ കാഫിറാണ്. ഇപ്പൊ ഖുർആൻ ഇബാറത്താണെന്ന് ആരെങ്കിലും വാദിച്ചാൽ അവൻ കാഫിറാണ്. ഖുർആൻ എന്റെ ഖുർആനും കൊണ്ടുള്ള ഉച്ചാരണം ലഫ്ള് എന്റെ ഖുർആനും കൊണ്ടുള്ള ലഫ്ള് അത് മഖ്ലൂഖാണെന്ന് ആരെങ്കിലും വാദിച്ചാൽ അത് കാഫിർ, അവൻ കാഫിറാണ്. എന്താണ്? എൻ്റെ ഖുർആന് കൊണ്ടുള്ള, ഞാൻ ഖുർആന് പാരായണം ചെയ്യുമ്പോൾ എൻ്റെ ഖുർആന് കൊണ്ടുള്ള ലഫ്ള് അത് ലഫ്ള് മഖ്ലൂഖാണെന്ന് വാദിച്ചാൽ, അത് സൃഷ്ടിയാണെന്ന് വാദിച്ചാൽ അവൻ കാഫിറാണ്. ഇത് കുറച്ചും കൂടെ ഗൗരവമാണ്. നേരത്തെ പിഴച്ചു എന്നല്ല പറഞ്ഞത്, ഇത് അവൻ കാഫിറാണ്. ഖുർആൻ ഇബാറത്താണെന്ന് വാദിച്ചാൽ അവൻ കാഫിറാണ്. ഇബാറത്തുഹു അങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ അവൻ കാഫിറാണ്. കാഫിറുൻ ബില്ലാഹിൽ അളീം വലാ യുഖാലത്തു അവനോട് കൂടിയിരിക്കാൻ പാടില്ല, വലാ യുആക്കലു അവനോടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, വലാ യുനാകഹു അവന് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല, വലാ യുജാവറു അവന്റെ ജീറാനായി അവന്റെ അയൽക്കാരനായി താമസിക്കാൻ പാടില്ല, ബൽ യുഹ്ജറു അവനെ ഹജർ ചെയ്യണം, വയുഹാനു അവനെ നിന്ദിക്കണം. ഇപ്പൊ ഖുർആൻ ഇബാറത്താണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ കൂടെ ഇരിക്കാൻ പാടില്ല, അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല, അവനെ അയൽക്കാരനായി താമസിക്കാൻ പാടില്ല, അവനെ ഹജർ ചെയ്യണം, അവന് ഭ്രഷ്ട് കൽപ്പിക്കണം, അവനെ നിന്ദിക്കണം. വലാ യുസല്ലാ ഖൽഫഹു അവന്റെ പുറകെ നമസ്കരിക്കാൻ പാടില്ല, വലാ തുഖ്ബലു ഷഹാദത്തുഹു അവന്റെ സാക്ഷ്യം സ്വീകരിക്കാൻ പാടില്ല, വലാ തസിഹു വിലായത്തുഹു ഫീ നികാഹി വലിഹി അവൻ വിവാഹം ചെയ്തു കൊടുത്താൽ വിവാഹം ശരിയാവൂല, വലാ യുസല്ലാ അലൈഹി ഇദാ മാത അവൻ മരിച്ചാൽ അവന്റെ മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല. ഇതൊക്കെ ചില്ലറ കാര്യമാണോ? വെറുതെ അബ്ദുൽ ഖാദിർ അൽ ജീലാനി എഴുതി വെച്ചതാണോ കിതാബിൽ? അതേ നമുക്ക് പഠിക്കാൻ വേണ്ടി എഴുതിയതാണോ? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണോ? സഹോദരങ്ങളെ, ഖുർആൻ ഇബാറത്താണെന്ന് ആരെങ്കിലും വാദിച്ചാൽ അവൻ കാഫിറാണ് എന്ന് അബ്ദുൽ ഖാദിർ എഴുതി, ജീലാനി റഹ്മത്തുള്ളാഹി എഴുതി. ഇനി നിങ്ങളുടെ കിതാബ് എടുക്കാം, നിങ്ങൾക്ക് എന്താ അതിൽ പറയാനുള്ളത്? നിങ്ങൾ പറയുന്നത് നോക്കി. ഈ കിതാബിന്റെ, അതായത് ശറഹുൽ അഖായിദിന്റെ 65-ാമത്തെ പേജ്. നിങ്ങൾക്ക് ഈ കിതാബിൽ ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ സ്റ്റേജ് വെച്ചിട്ട് പറയും ഇതിങ്ങനെ ഈ കിതാബിലില്ല. അപ്പോൾ നമ്മൾ കിതാബ് കാണിക്കും ഇൻഷാ അല്ലാഹ്. ആ കിതാബ് കാണിക്കാം, ഓരോരുത്തർക്കും നമുക്ക് തരാൻ കഴിയുന്നത്. ആ പറയും വൽ കലാമു നിങ്ങൾ പറയുകയാണ് ശറഹുൽ അഖായിദ് നസഫിയുടെ 65-ാമത്തെ പേജിൽ വൽ കലാമു അല്ലാഹുവിന്റെ കലാമ് വഹിയ സിഫത്തുൻ
അതൊരു സിഫത്താകുന്നു, അള്ളാഹുവിന്റെ സിഫത്താകുന്നു. അസലിയത്തുൻ, മുമ്പേയുള്ള അള്ളാഹുവിന്റെ സിഫത്താകുന്നു. ഉബ്ബിറ അൻഹാ, അതിനെ തൊട്ട് ഇബാറത്തിട്ടതാണ് ബിൻ നദ്മിൽ മുസമ്മാ ബിൽ ഖുർആൻ. ഖുർആൻ എന്ന പേരിടപ്പെട്ട ഒരു കോർവ, ആ കോർവയുണ്ടല്ലോ, ആ കോർവ ഇബാറത്താണ്, അള്ളാഹുവിന്റെ കലാമിന്റെ ഇബാറത്താണ്. ഖുർആൻ എന്ന പേരിടപ്പെട്ട അന്നോമ്, ആ ഒരു കോർവ, അത് ഇബാറത്തിട്ടതാണ് അള്ളാഹുവിന്റെ കലാമിനെ തൊട്ട്. അള്ളാഹുവിന്റെ അസലിയായ മുമ്പേ ഉള്ള സിഫത്തായ അള്ളാഹുവിന്റെ കലാമിനെ തൊട്ട് ഇബാറത്തിട്ടതാണ് ഖുർആൻ എന്ന് ഈ കിതാബിലില്ലേ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞ്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവന് കാഫിറാണ്. പിന്നെ എങ്ങനെ വലിയാവുക? മുസ്ലിമായിട്ടല്ലേ പിന്നെ വലിയാവുന്നത്? മുസ്ലിമായിട്ടല്ലേ പിന്നെ വലിയാവുന്നത്? ഈ വിശ്വാസം വിശ്വസിച്ച സമസ്തയിലെ ഉസ്താദ്മാരെ നിങ്ങളെങ്ങനെയാ വലിയാവുന്നത്? നിങ്ങളിൽ നിന്നെങ്ങനെയാ വിലായത്തുണ്ടാവുന്നത്? ഈ കുഫറിന്റെ വിശ്വാസം പേറിയാൽ വലിയാവും. നേരത്തെ ഞാൻ പറഞ്ഞു, ശൈത്താന്റെ വലിയാവും, അള്ളാഹിന്റെ വലിയാവൂല. അത്ഭുതങ്ങൾ സംഭവിക്കും, കറാമത്തുകൾ നിരങ്ങൾ തോന്നുമാറ്. വായു കൂടി നിങ്ങൾ പറക്കും, നമുക്ക് സംശയമില്ല. നിങ്ങൾ വായുവിൽ കൂടി പറക്കും, വെള്ളത്തിൽ കൂടി നിങ്ങൾ നടക്കും, നമുക്ക് സംശയമില്ല. അതൊക്കെ നിങ്ങൾ ചെയ്യും, അതൊക്കെ നിങ്ങളിൽ നിന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം നിങ്ങൾ വലിയാണെന്നല്ല. അത് ദജ്ജാൽ ഇപ്പൊ ആകാശത്തിനോട് ചൂണ്ടിയിട്ട് പറയും, യാ സമാഉ അംതിരി, അല്ലയോ ആകാശമേ മഴ പെയ്യിക്കൂ. ഫതുംതിറുസ്സമാ, അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ആകാശം മഴ പെയ്യിക്കും. ദജ്ജാൽ ആരാ? ഏറ്റവും വലിയ കൊടും കള്ളൻ. അവൻ ആകാശത്തിനോട് കൽപ്പിക്കും, മഴ പെയ്യിക്കും. മഴ പെയ്യും. കാന്തപുരം എന്തോ സ്റ്റേജിലോ എന്തോ ചെയ്തപ്പോ എന്തിലേയും ആകാശത്തിനോട് പറഞ്ഞതല്ലേ, ആ ആകാശമേ മഴ വേണ്ടെന്ന് പറയും. മഴ നിന്നെന്നാണ്, നിൽക്കും. നമ്മക്ക് സംശയമില്ല. കാന്തപുരം ആകാശത്ത് നോക്കി മഴ നിൽക്കാൻ പറയാൻ നിൽക്കും. ദജ്ജാൽ നിൽക്കാൻ പറയാനും നിൽക്കും. അത് നമ്മുടെ വിശ്വാസമാണ്. കാന്തപുരം നിൽക്കാൻ വേണ്ടി നിന്നാണ്. അപ്പൊ അതിലൊന്നും നമുക്ക് സംശയമില്ല. പക്ഷെ നിങ്ങൾ വലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചു. പക്ഷെ അള്ളാന്റെ വലിയാണെന്ന് പറയും. ഷെയ്ത്താന്റെ വലിയാണ്. ഞാൻ പറയുന്നതല്ല, അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി കിതാബ് വെച്ച് പറയുന്നതാണ്. അല്ല, നിങ്ങൾക്ക് നിഷേധിക്കണമെങ്കിൽ നിഷേധിക്കുക. ഈ കിതാബിൽ അങ്ങനെ ഇല്ലെന്നോ അത് നിങ്ങൾക്ക് പറയാം. ഇനി ഈ കിതാബിന്റെ 74-ാമത്തെ പേജിൽ പറയുകയാണ്. എന്താ പറഞ്ഞത്? അബ്ദുൽ ഖാദിർ ജീലാനി ലഫ്ളി ബിൽ ഖുർആൻ മഖ്ലൂഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാഫിറാണ്. ഈ കിതാബിന്റെ 74-ാമത്തെ പേജിൽ പറയുകയാണ്, അത്തഹ്ഖീഖ്, അതായത് കൊണ്ട് തെളിവുകൾ കൊണ്ട് സമർത്ഥിക്കുകയാണ് ഇവിടെ ഇദ്ദേഹം. തെളിവുകൾ കൊണ്ട് ഹത്താക്കുകയാണ്. എന്താ ഹത്താക്കി പറയുന്നത്? അന്ന കലാമല്ലാഹി തആല ഇസ്മുൻ മുശ്തറകുൻ ബൈനൽ കലാമിൻ നഫ്സിൽ ഖദീമി വമഅനൽ ഇളാഫത്തി. അവിടെ അള്ളാഹുവിന്റെ കലാമ് എന്ന് പറഞ്ഞാൽ ഇസ്മു മുശ്തറക്കാണ്. ഇസ്മു മുശ്തറക്ക് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥങ്ങൾ വഹിക്കുന്ന ഒരു ഇസ്മാണ്. രണ്ടർത്ഥങ്ങൾ പങ്കുകാരായ ഒരു ഇസ്മാണ്. എന്താണ് ഒരർത്ഥം? അത് അൽ കലാമുൻ നഫ്സിൽ ഖദീം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിൽ നിലനിർത്തിയായ അള്ളാഹുവിൽ നിലകൊള്ളുന്ന ഒരു ആശയം. ആ ആശയത്തിലുള്ള കലാമ് എന്ന അർത്ഥത്തിലും ഇത് മനസ്സിലായില്ലെങ്കിൽ ക്ഷമിക്കുക, ബാക്കി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വമഅനൽ ഇളാഫത്തി, ഇങ്ങനെ പറയുമ്പോൾ കലാമുല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? കൗനുഹു സിഫത്തൻ, അള്ളാഹുവിന്റെ സിഫത്ത് എന്നാണ് അർത്ഥം. ലഹു തആല വബൈന, അതുപോലെ തന്നെ അൽ ലഫ്ളി അൽ ഹാദിസ്, കലാമുല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയായ ലഫ്ള് എന്നും അർത്ഥമുണ്ട്. അൽ ലഫ്ളി അൽ ഹാദിസ്, കലാമുല്ലാഹ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിലകൊള്ളുന്ന ഖദീമായ കലാമെന്നും സൃഷ്ടിയായ ലഫ്ളെന്നും. അപ്പോ യോജിച്ചു. അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞതുമായി യോജിച്ചു. ഇവിടെ ലഫ്ളി അൽ ഹാദിസ്, സൃഷ്ടിയായ ലഫ്ള്, അൽ മുഅല്ലഫു, അത് ഇണക്കപ്പെട്ടിരിക്കുന്നു. മിനസ്സുവരിൽ വൽ ആയാത്ത്, ആയത്തുകളാലും സൂറത്തുകളായും ഇണക്കപ്പെട്ടിരിക്കുന്ന ലഫ്ളാക്കപ്പെട്ട സൃഷ്ടിയായ കലാമ്. അപ്പൊ ഈ അഖീദ പേരുന്ന നിങ്ങൾ എങ്ങനെയാണ് വലിയാവുന്നത്? നിങ്ങളെങ്ങനെയാ വലിയാവുന്നത്? അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു, അങ്ങനെ ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്ന് പറഞ്ഞാൽ തന്നെ കാഫിറാവുന്ന പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ആ സുവറും ആയത്തുകളാൽ ക്രോഡീകരിക്കപ്പെട്ട ഇണക്കപ്പെട്ട കോർവ ചെയ്യപ്പെട്ട ആ ലഫ്ളുകൾ ഹാദിസാണെന്നാണ് പറഞ്ഞത്. ആ കലാമെന്ന് അങ്ങനെ ഇത്ലാഖ് ചെയ്താൽ അത് ഹാദിസാണ്. മുസ്ലിയാർ കുട്ടികളെ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ?
നിങ്ങൾക്ക് അറബി അറിഞ്ഞൂടെ? നാട്ടുകാർക്ക് ചിലപ്പോൾ അറബി അറിയില്ലായിരിക്കും. ഞാൻ പറയുന്നത് ചിന്തിക്കുന്നില്ലേ? ഇത് ഹക്കല്ലേ ഞാൻ പറയുന്നത്? പറഞ്ഞിട്ട് അർത്ഥം വെച്ച് തെറ്റിപ്പോയോ? നിങ്ങൾ ചിന്തിക്ക്. ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ. പിന്നെ ഇനിയും ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല ഇനിയും അതിനെപ്പറ്റി വേറെയും കലാമുകളുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഈ കിതാബിൽ. ഈ കിതാബിന്റെ കണ്ടോ, ഈ കിതാബിന്റെ 70-ാമത്തെ പേജിൽ പറയുകയാണ് വതഹ്ഖീഖുൽ ഖിലാഫി ബൈനനാ വബൈനഹും യർജിഉ ഇലാ ഇസ്ബാത്തിൽ കലാമിൻ നഫ്സി വനഫീഹി വഇല്ലാ ഫനഹ്നു ലാ നഖൂലു ബിഖിദമിൽ അൽഫാദി വൽ ഹുറൂഫ്. ഖുർആനിന്റെ ഹർഫുകളും ഖുർആൻ കൊണ്ടുള്ള ലഫ്ളുകളും അത് സൃഷ്ടിയല്ല എന്ന് നമുക്ക് വാദമില്ല. സൃഷ്ടിയല്ല എന്ന് നമുക്ക് വാദമില്ല. അതിന്റെ അർത്ഥം അത് സൃഷ്ടിയാണ്. അത് സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ കാഫിറാണ് എന്ന് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല. എന്താണ്? വഇല്ലാ ഫനഹ്നു ലാ നഖൂലു, നമ്മൾ പറയുന്നില്ല ബിഖിദമിൽ അൽഫാദി വൽ ഹുറൂഫ്, ഖുർആൻ കൊണ്ടുള്ള ഹർഫുകളും ഖുർആൻ കൊണ്ടുള്ള ലഫ്ളുകളും. നിങ്ങൾ ഇത് ഖുർആൻ കൊണ്ടുള്ള ഹർഫും ലഫ്ളും അല്ല ഇവിടെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ കാഫിറാണെന്ന് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു. ഹർഫ് തന്നെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ കാഫിറായി പോകുന്നു. ഹർഫ് സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ തന്നെ കാഫിറായി പോകും. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ഹുറൂഫ്, ഖുർആൻ കൊണ്ടുള്ള ഹർഫുകൾ ലഫ്ളുകൾ അത് സൃഷ്ടിയാണ് എന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞു. അങ്ങനെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ കാഫിറാണെന്ന് അബ്ദുൽ ഖാദിർ ജീലാനി. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ കാഫിറാക്കണോ അതേ മുസ്ലിം ആക്കണോ? നിങ്ങൾ തന്നെ പറയും. അബ്ദുൽ ഖാദിർ ജീലാനി നമ്മൾ പറഞ്ഞത് കേൾക്കണോ? അത് മഹാനവറുകൾ പറഞ്ഞ് നമ്മൾ കേൾക്കണോ? അതല്ല അതിന് വല്ല തഅ്വീലും ഉണ്ടോ, വ്യാഖ്യാനവും ഉണ്ടോ? അതല്ല അദ്ദേഹത്തിന് പിഴച്ചതാണോ? അത് അദ്ദേഹത്തിന് പിഴച്ചതാണെങ്കിൽ അൽ ഗൗസുൽ അഅ്ളമിനെ പിഴച്ചു എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ഇനി അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ അൽ ഗുനിയയുടെ 1-ാമത്തെ ജുസ്ഇന്റെ 60-ാമത്തെ പേജിൽ പറയുകയാണ് വഹാദിഹിൽ ആയാതു വൽ അഖ്ബാർ തദുല്ലു അലാ അന്ന കലാമല്ലാഹി സൗതുൻ. അല്ലാഹു ശബ്ദത്തോടുകൂടിയാണ് സംസാരിച്ചത്. എന്നാൽ ആദം സന്തതികളുടെ ശബ്ദം പോലെയുള്ള ഒരു ശബ്ദമല്ല. എന്നാൽ അല്ലാഹു ശബ്ദത്തോടുകൂടിയാണ് സംസാരിച്ചത്. كما أن علمه وقدرته وبقية صفاته لا تشبه صفات الآدميين. അള്ളാഹുവിന്റെ വിജ്ഞാനം, അള്ളാഹുവിന്റെ ശക്തി, അള്ളാഹുവിന്റെ കഴിവ്, അങ്ങനെ അള്ളാഹുവിന്റെ ബാക്കിയുള്ള വിശേഷണങ്ങളൊന്നും ആദം സന്തതികളുടെ വിശേഷണങ്ങളുമായിട്ട് സാദൃശ്യപ്പെടുന്നില്ലല്ലോ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശബ്ദവും ആദം സന്തതികളുടെ ശബ്ദം പോലെയല്ല. എന്നാൽ അള്ളാഹു ശബ്ദത്തോടു കൂടിയാണ് സംസാരിച്ചത്. അള്ളാഹു ശബ്ദത്തോടു കൂടിയാണ് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ ശബ്ദത്തോടു കൂടിയാണ് അള്ളാഹു സംസാരിക്കുന്നത്. ആര് പറയുന്നു? അബ്ദുൽ ഖാദിർ ജീലാനി. അന്ന കലാമുല്ലാഹി സൗതുൻ, അള്ളാഹുവിന്റെ സംസാരം ശബ്ദത്തോടു കൂടിയുള്ളതാണ്. എന്നിട്ട് പറയുകയാണ് വഖദ് നസ്സൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല. ഇമാം അഹ്മദ് സംശയലേശമന്യേ പറഞ്ഞിട്ടുണ്ട്, നസ്സാക്കി പറഞ്ഞിട്ടുണ്ട്. അതിനൊരു സംശയവും വേണ്ട. നസ്സാണ് അലാ ഇസ്ബാത്തി സൗത്ത് ഫീ റിവായത്തി ജമാഅത്ത് മിനൽ അസ്ഹാബ്. ഇമാം അഹ്മദിന്റെ ധാരാളം ശിഷ്യന്മാരുടെ റിവായത്തിൽ ഇമാം അഹ്മദ് നസ്സാക്കി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശബ്ദത്തോടു കൂടിയാണ് സംസാരിച്ചത്. ഖിലാഫ മാ ഖാലത്തിൽ അശ്അരിയ്യ, അശ്അരികൾ പറഞ്ഞതിന് വിരുദ്ധമായി ഇമാം അഹ്മദിന്റെ അഖീദ എന്താണ്? അല്ലാഹു ശബ്ദത്തോടു കൂടിയാണ് സംസാരിച്ചത്. അബ്ദുൽ ഖാദിർ ജീലാനിയുടെ വിശ്വാസം എന്താണ്? അല്ലാഹു ഖുർആൻ ശബ്ദത്തോടു കൂടി സംസാരിച്ചതാണ്. അശ്അരികൾ പറഞ്ഞതുപോലെ അല്ല എന്ന് അബ്ദുൽ ഖാദിർ ജീലാനി ആ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദിന്റെ വിശ്വാസം ആർക്കെങ്കിലും, ആ വിശ്വാസത്തിൽ ഒരു വിശ്വാസം ആർക്കെങ്കിലും പിഴച്ചാൽ വലിയാവൂല. എന്നാൽ അശ്അരികളുടെ വിശ്വാസം എന്താ? അല്ലാഹു ശബ്ദത്തോടു കൂടി അല്ല സംസാരിച്ചത്. അങ്ങനെ ആരാ പറഞ്ഞത്? അബ്ദുൽ ഖാദിർ ജീലാനി തന്നെ. ഖിലാഫ മാ ഖാലത്തിൽ അശ്അരിയ്യ, അശ്അരികൾ പറഞ്ഞതിന് വിരുദ്ധമായി മിൻ അന്ന കലാമല്ലാഹി മഅനാ ഖായിമുൻ ബിനഫ്സിഹി, അള്ളാഹുവിന്റെ നഫ്സിൽ നിലകൃതിയായിട്ടുള്ള ഒരു ആശയം മാത്രമാണ് കലാമ്. അള്ളാഹു ശബ്ദത്തോടുകൂടി ഒന്നും സംസാരിച്ചിട്ടില്ല. അതിനുശേഷം എന്താ അബ്ദുൽ ഖാദിർ ജീലാനി അതിനു ശേഷം കൊടുത്ത ഇബാറത്ത് എന്നറിയുമോ? വല്ലാഹു ഹസീബു കുല്ലി മുബ്തദിഇൻ ദാല്ലിൻ മുദില്ലിൻ. പിഴപ്പിക്കുന്ന എല്ലാ വിദഗ്ധക്കാർക്കും അല്ലാഹ് മതിയായവനാണ്. അല്ലാഹ് മതിയായവനാണ്. അശ്അരികളെ നിങ്ങളെക്കുറിച്ചാ എന്താ നിങ്ങളുടെ അഖീദ എന്താണെന്നിട്ട്
അല്ലാഹു സുബ്ഹാനഹു വ തആല ശബ്ദത്തോടു കൂടിയല്ല സംസാരിച്ചത്. അബ്ദുൽ ഖാദിർ അൽ ജീലാനിയുടെ അഖീദ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ശബ്ദത്തോടു കൂടിയാണ് സംസാരിച്ചത്. എന്നിട്ട് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മഹുല്ലാഹു തആല പറയുകയാണ്, വകദാലിക ഹുറൂഫുൽ മുഅ്ജമി, അതുപോലെ തന്നെ ഹർഫുകൾ ഗൈറു മഖ്ലൂഖ, ഹർഫുകൾ അത് സൃഷ്ടിയല്ല, ഹർഫുകൾ സൃഷ്ടിയല്ല. രണ്ട് കാര്യങ്ങൾ നമ്മൾ വായിച്ചു. ഒന്ന്, അല്ലാഹ് ശബ്ദത്തോടു കൂടി സംസാരിച്ചു, അബ്ദുൽ ഖാദിർ അൽ ജീലാനി കുനിയുടെ അഖീദയാണ്. രണ്ട്, ഹർഫുകൾ സൃഷ്ടിയല്ല, ഹർഫുകൾ സൃഷ്ടിയല്ല. എന്നിട്ടോ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല അവിടെ പറഞ്ഞു നിർത്തിയോ? ഇല്ല, ഹർഫുകൾ സൃഷ്ടിയല്ല. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, വഖദ് നസ്സ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല അലാ ഖിദമി ഹുറൂഫിൽ ഹിജാഇ, ഹർഫുകൾ സൃഷ്ടിയല്ല എന്ന് ഇമാം അഹ്മദ് നസ്സാക്കി പറഞ്ഞു. ഫഖാല ഫീ റിസാലത്തി ഇലാ അഹ്ലി നിസാബൂർ വജുർജാൻ, ജർജാൻ ദബ്ത് നോക്കണം. വമൻ ഖാല, ആരാണോ പറഞ്ഞത് ഹുറൂഫ ഇന്ന ഹുറൂഫത്ത് തഹജ്ജി മുഹ്ദസ, ഹർഫുകൾ സൃഷ്ടിയാണ് എന്ന് ആരാണോ പറഞ്ഞത്, ഫഹുവ കാഫിറുൻ ബില്ലാഹ്, ഹർഫുകൾ സൃഷ്ടിയാണെന്ന് ആരാണോ പറഞ്ഞത് അവൻ കാഫിറാണ് എന്ന് ഇമാം അഹ്മദ് നസ്സാക്കി പറഞ്ഞു എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഹംബലി മദ്ഹബിന്റെ ഇമാമായ അശ്ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി തന്റെ ഗുനിയയിൽ, തന്റെ അൽ ഗുനിയ എന്ന കിതാബിൽ സ്വന്തം കൈപ്പടയിൽ രചിച്ചു വച്ചിരിക്കുന്നു. ഇനി എന്താ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? ശറഹുൽ അഖായിദിൽ നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങൾ പറയുന്നു നോക്കൂ, ലൈസ മിൻ ജിൻസിൽ ഹുറൂഫി വൽ അസ്വാത്, ലൈസ അല്ലാഹുവിന്റെ കലാമല്ല, മിൻ ജിൻസിൽ ഹുറൂഫി വൽ അസ്വാത്, ശബ്ദമല്ല, ഹർഫുകളല്ല. എങ്ങനെയാ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് വിലായത്തുണ്ടാവുക? എങ്ങനെ വിലായത്തുണ്ടാവും? ഇമാം അഹ്മദ് പറഞ്ഞു ഹർഫുകൾ സൃഷ്ടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കാഫിറാണ്. ഇമാം അഹ്മദിന്റെ മദ്ഹബിലില്ലാത്തവൻ വിലായത്തിലില്ല എന്ന് അബ്ദുൽ ഖാദിർ അൽ ജീലാനിയാ പറഞ്ഞത്. എന്നിട്ട് ഈ കിതാബിൽ അവർ എഴുതി വെച്ചത് എന്താണെന്ന് അറിയുമോ? ഹർഫുകളും സൗത്തുകളോടുകൂടി അല്ല അള്ളാഹ് സംസാരിച്ചത്. ശേഷം പറയുക, വഫീ ഹാദാ, നാം പറഞ്ഞ ഇതിലുണ്ട് റദ്ദുൻ അലൽ ഹനാബില, ഹംബലികൾക്ക് റദ്ദുണ്ടെന്ന്. ഇമാം അഹ്മദിനും അതുപോലെ തന്നെ അബ്ദുൽ ഖാദിർ അൽ ജീലാനിക്കും ഒക്കെ റദ്ദുണ്ട് നമ്മൾ ഈ പറഞ്ഞതിൽ. എന്തിൽ? അള്ളാഹ് ശബ്ദത്തോടു കൂടി അല്ല സംസാരിച്ചത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് ആർക്ക് റദ്ദായിട്ട് പറഞ്ഞതാ? ഹംബലിയൊക്കെ റദ്ദായിട്ട് പറഞ്ഞതാ. ഹംബലിയൊക്കെ എന്ന് വെച്ചാൽ ഹംബലികളുടെ ഇമാമായ അശ്ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആലയ്ക്ക് അടക്കമാണ് റദ്ദാക്കി നിങ്ങൾ പറഞ്ഞത്. എന്നാൽ ഹംബലി മദ്ഹബിന്റെ ഇമാമായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, ആരെങ്കിലും ഹർഫ് സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഹർഫ് സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. എന്നിട്ട് പറയുകയാണ്, വഫീ ഹാദാ റദ്ദുൻ അലൽ ഹനാബില വൽ കറാമിയ്യ അൽ ഖായിലീന ബിഅന്ന കലാമഹു അർദുൻ മിൻ ജിൻസിൽ അസ്വാതി വൽ ഹുറൂഫ്, അല്ലാഹ് ശബ്ദത്തോടുകൂടിയാണ് സംസാരിച്ചത്, അല്ലാഹു ഹർഫോടുകൂടിയാണ് എന്ന് സംസാരിച്ചത് എന്ന് പറഞ്ഞ ഹംബലികൾക്കുള്ള റദ്ദുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഹംബലി മദ്ഹബിലും ഹംബലി അഖീദയിലുമല്ല. അപ്പൊ നിങ്ങൾ തന്നെ കിതാബിൽ പറഞ്ഞു, നമ്മളിത് പറയുന്നത് തന്നെ ഹംബലിയൊക്കെ റദ്ദായിക്കൊണ്ടാണ്. അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ഹംബലി മദ്ഹബിന്റെ ഇമാമായ അഹ്മദ് ബിൻ ഹംബൽ നസാക്കി ആരെങ്കിലും ഹർഫ് സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. ദാ നിങ്ങളിവിടെ ഈ കിതാബിന്റെ 69ാമത്തെ പേജിൽ പറയുകയാണ്, വൽ ഖുർആനു കലാമുല്ലാഹി തആല ഗൈറു മഖ്ലൂഖ് വഅഖബ അൽ ഖുർആന ബികലാമില്ലാഹി തആല ലിമാ ദക്കറ അശ്ശൈഖു മിൻ അന്നഹു യുഖാലു അൽ ഖുർആനു കലാമുല്ലാഹ് يقال القرآن كلام الله أنه يقال القرآن كلام الله تعالى غير مخلوق ولا يقال القرآن غير مخلوق لئلا يسبق إلى الفهم أن المؤلف من الأصوات والحروف قديم. ശബ്ദത്തോടുകൂടിയും ഹർഫോടുകൂടിയും പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ സൃഷ്ടിയല്ല എന്ന് ആരെങ്കിലും ധരിച്ചവശരായാലോ അങ്ങനെ ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അല്ലാഹ് സൗത്തോടുകൂടി അല്ല സംസാരിച്ചത്, ഹർഫോടുകൂടി അല്ല സംസാരിച്ചത്. സൗത്തോടുകൂടിയും ഹർഫോടുകൂടിയും പാരായണം ചെയ്യപ്പെടുന്ന, ശബ്ദത്തോടുകൂടിയും ഹർഫോടുകൂടിയും പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ സൃഷ്ടിയാണ് എന്നാണ് നിങ്ങളുടെ വാദം. അങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ കാഫിറാണ് എന്നാണ് ജീലാനി തങ്ങളുടെ വാദം. എന്താണ് ജീലാനി തങ്ങളുടെ വാദം?
എന്നിട്ട് പറഞ്ഞിരിക്കുക കിതാബ്, ഈ കിതാബ് ഇലൈഹിൽ ഹനാബിലത്തു ജഹലൻ ഔ ഇനാദ കമാ ദഹബത് ഇലൈഹിൽ ഹനാബിലത്തു ജഹലൻ ഔ ഇനാദ. അതായത് ഹംബലികൾ ജാഹിലീങ്ങളായിക്കൊണ്ട് ധിക്കാരികളായിക്കൊണ്ട് പറഞ്ഞു. അല്ലാഹു ഖുർആൻ